ആ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു? ഓ, ഇന്നലെ നല്ല ഫ്ലോ ആയിരുന്നല്ലോ. ഇന്നത്ര പോരാ, മൂത്രം അങ്ങോട്ട് പോണില്ല. ഞാൻ മൂത്രം ഒഴിക്കണ കാര്യമല്ലേ ചോദിച്ചത്, ഞാൻ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചത്. കണ്ടോണ്ടിരിക്കാം. പിന്നെ തിന്നോണ്ടിരിക്കാൻ പറ്റുമോ? ചേട്ടാ KGF സിനിമയുടെ കാര്യം ചേട്ടാ, തീപ്പെട്ടി വന്നു തരാമോ? തീപ്പെട്ടിയാ? തീപ്പെട്ടി വന്നു ചേട്ടാ. തീപ്പെട്ടി തന്നോണ്ട് വിരോധമൊന്നുമില്ല, പക്ഷേ ഒരു കൊള്ളിയുള്ളൂ. ഒരു ചേട്ടാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ അറിയാമോ? ഇല്ല ഭയങ്കര ടെൻഷനായിട്ട്. ഇതിനകത്തൊരു കൊള്ളിയല്ല ചേട്ടാ. അപ്പൂപ്പൻ ആശുപത്രി കിടക്കണേ, അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ചേട്ടാ. അപ്പൂപ്പൻ ആശുപത്രി കിടക്കണം, എന്നിട്ടാണ് താൻ KGF കാണാൻ വന്നേക്കുന്നത്? പിന്നെ എൻ്റെ അച്ഛൻ ആശുപത്രി കിടന്നപ്പോൾ ഞാൻ പോയി കിന്നാരത്തിമ്പുകളുണ്ട്. പിന്നെയാണ് അപ്പൂപ്പൻ കിടക്കുമ്പോൾ KGF കണ്ടുകൊണ്ട് കുഴപ്പമുള്ളത്. അതാണ് ഭയങ്കര ടെൻഷനാണ്. എന്താണ് അപ്പൂപ്പന് പറ്റിയത്? അപ്പൂപ്പന് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടല്ലേ, അപ്പൂപ്പൻ ഈ ഉത്സവത്തിന് പോയതായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ ഉത്സവത്തിന് പോയെന്ന് വെച്ചിട്ട് ഉത്സവത്തിന് ആനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൂപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കറുത്ത ഷർട്ട്, ഒരു കറുത്ത പാൻറ്, കറുത്ത കണ്ണട, കറുത്ത ഷൂസ് ഇട്ടിട്ടുണ്ട് ആനയുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിന്ന്. ആന ഓർത്ത് ഡെക്കറേറ്റ് ചെയ്ത കരിപ്പെട്ടിയാണെന്നും പറഞ്ഞിട്ടില്ല, അപ്പൂപ്പനെ എടുത്ത് ഒറ്റ വിഴുങ്ങായിരുന്നു. എന്നിട്ട് എന്ത് പറ്റിയെന്നാ, കരിപ്പെട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ആന ഒരു ഒറ്റ തുപ്പി. അപ്പൂപ്പൻ മതിലെ പോയി അടിച്ചത്. അവസാനം എന്ത് ചെയ്യുന്നറിയാം? അവസാനം കൽക്കട്ടയെ കൊണ്ടുപോയിട്ടാ. ഓ, കൽക്കട്ടയെ കൊണ്ടുപോയല്ലേ ചികിത്സിച്ചത്? അയ്യോ അതല്ല, ഒരു കാലിക്കൊട്ടെ വാരിക്കൊണ്ടുപോയി. അത്ര ഉണ്ടായിരുന്നു അമ്മാവൻ. ആന എന്നെ തുപ്പിയത്. ചേട്ടാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഫയർ എക്സിറ്റ്. എന്താ ചേട്ടാ? അത് ഇവിടെ തീപിടുത്തമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും വലിയ പരിക്കുകളൊന്നും ഇല്ലാണ്ട് ഓടി രക്ഷപ്പെടാനായിട്ടാണ് ഈ ഫയർ എക്സിറ്റ് വെച്ചിരിക്കുന്നത്. അല്ലേ ചേട്ടാ, ഈ വഴിയിൽ നോക്കി നമ്മൾ രക്ഷപ്പെടാൻ നോക്കിയത്, നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ കൂട്ടായി പോകുമല്ലോ ഈ വഴി നോക്കി പോയിട്ടുണ്ടെങ്കിൽ. ചേട്ടൻ ഈ മാപ്പിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണല്ലേ? ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ ഈ മാപ്പിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളായിരിക്കുന്നത്. നമ്മളൊരു അവിടെ തെറ്റ് ചെയ്ത് എൻ്റെ സുഹൃത്ത്, ഞാൻ താങ്കളുടെ അവിടെ തെറ്റ് അനിയ മാപ്പ്, അപ്പൊ അമ്മയുടെ തെറ്റ്, അമ്മയെ മാപ്പ്, അച്ഛാ മാപ്പ്, പെങ്ങളെ മാപ്പ്, അനിയാ മാപ്പ്. ഈ മാപ്പ് ചോദിക്കാൻ മനുഷ്യ സഹജമാണ്. ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ആ മാപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഭൂപടം നോക്കിയൊക്കെ സ്ഥലമൊക്കെ ഇപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കണമെന്നൊക്കെ അറിയാന്നൊക്കെ സാധിക്കുമല്ലോ. ചേട്ടനറിയാമോ? എനിക്കാ എന്റെ പൊന്നു മോനെ, എനിക്ക് മോട്ടുമുള്ളിൽ കേരളത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി 3 ദിവസം ഞാൻ അതിന്റെ പുറത്ത് തോറ്റ് തുന്നം പാടിയ ആളാണ് ഞാൻ. എനിക്ക് മാപ്പ് പറയില്ല, കോപ്പ് പറയില്ല, ഒന്നും അറിയാൻ പാടില്ല. ഫാമിലി ആയിട്ട് ആർക്കും മാപ്പ് പറയാൻ അറിയാൻ പാടില്ലല്ലേ? അല്ല, താനെന്താ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് വരാത്തത്? അയ്യോ, സാധാരണ എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ സിനിമക്ക് കൊണ്ടുപോകാറുള്ളത്. പക്ഷെ ഞാൻ ഫാമിലി ആയിട്ടുള്ള സിനിമ നിർത്തിക്കളഞ്ഞു. അതെന്തെന്നറിയാമോ? ഞാൻ എൻ്റെ അമ്മാവനൊപ്പം ഒരു സിനിമ കാണാൻ പോയി. അമ്മാവനൊരു സിനിമ കാണിക്കണമല്ലോ, നമ്മുടെ കർത്തവ്യമാണല്ലോ. അത് കാണാൻ പോയ പടമെന്നറിയാമോ? നരസിംഹം. മോഹൻലാൽ നല്ല സൂപ്പർ ഹിറ്റ് പടമാണ്. ലാലേട്ടൻ നല്ല സൂപ്പർ ഹിറ്റ് പടമാണല്ലോ. ലാലേട്ടൻ നമ്മുടെ മുത്താണല്ലോ. അമ്മാവനും ഭയങ്കര ഇഷ്ടപ്പെട്ട നടനായിരുന്നു ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ്റെ പടം കാണണമെന്ന് അമ്മാവൻ പറഞ്ഞു. ഞാൻ നരസിംഹം കാണാനായിട്ട് ഞാനും അമ്മാവനും കൂടി പോയി. ഈ നരസിംഹത്തിൽ ലാലേട്ടൻ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങുവാനൊരു സീനുണ്ടല്ലോ. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മാവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സിനിമ കഴിഞ്ഞ് അടുത്തുള്ള പുഴയെ പോയിട്ട് ഇതിങ്ങനെ മുങ്ങിപ്പൊങ്ങിയൊക്കെ ചെയ്ത് ഈ അമ്മാവൻ ഇത് തന്നെ വീണ്ടും ചെയ്ത് എന്നിട്ടുണ്ടല്ല, ഈ ലാലേട്ടൻ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങി വരുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ ഓടി വരികയില്ല. 1000 ചില ആൾക്കാർ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അതെ, ശരിയാണ്. അത്ര ആളുകളുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അമ്മാവൻ്റെ സഞ്ചയം നിൽക്കുന്നു. അപ്പോൾ മുങ്ങിയിട്ട് പൊങ്ങിയില്ല. ആ സഞ്ചയം എടുത്ത് അത്ര ആളുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പുള്ളി തട്ടിപ്പോയി. അപ്പുറത്തെ തിയേറ്ററിലെ പടമൊക്കെ എങ്ങനെയുണ്ട്? അപ്പുറത്തെ തിയേറ്ററിലെ പടം നല്ല സൂപ്പർ പടം ആണല്ലേ? ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര ലാഗെന്ന് വെച്ചാൽ കാണലേട്ടാ. ഭയങ്കര ലാഗെന്ന് വെച്ചാൽ പൊരിഞ്ഞ ലാഗാണ് അപ്പുറത്തെ. എനിക്ക് കലികേറിപ്പോ ഞാൻ ഇറങ്ങിപ്പോന്നു. ആ പടം തുടക്കത്തിൽ എന്താണെന്നറിയാം? ആദ്യം ഒരു പെണ്ണ് ഇതിങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇതിങ്ങനെ വരും. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ അവിടെ വന്നിട്ട് അവളൊരു കസേര ഇരുത്തും. എന്നിട്ട് അവളുടെ കയ്യിൽ ഈ കയ്യിൽ കുറേ വാള, ഈ കയ്യിൽ കുറേ വള, പിന്നെ കഴുത്തിൽ മാല, ഇവിടെ കമ്മലി, അരഞ്ഞാണം, പാദസരം, ഇതൊക്കെ ഇട്ട് ഭയങ്കര ലാഗെന്ന് വെച്ചാൽ പൊരിഞ്ഞിലാകുമോ? ആ പടം പൊളിഞ്ഞു പോകും. എന്റെ പൊന്നു കൂട്ടുകാരാ, നിങ്ങൾ കണ്ടപോലെ സിനിമ തുടങ്ങുമ്പോൾ ജ്വല്ലറിയുടെ പരസ്യം പരസ്യം ഇരുന്ന ദൈവമേ, അപ്പൊ 100 രൂപ വീണ്ടും പോയി. ഞാനിത് മറ്റും കടം മേടിച്ചാണ് ആ പടം കാണാൻ പോയത്. പരസ്യമൊക്കെ എടുത്ത് കളയേണ്ട സമയമായി. അത് കറക്റ്റ് ആയിട്ടാ, പരസ്യമൊക്കെ എടുത്ത് കളയണം. ചേട്ടൻ അങ്ങനെ പറയാനുള്ള. ഞാൻ ഇന്നാളെ സിനിമക്ക് പോയപ്പോഴേ കയറി ചെല്ലുമ്പോൾ പറഞ്ഞ് സീറ്റിൽ ചവിട്ടരുത് പറഞ്ഞ വലിയൊരു സ്ലൈഡ് പോലെ എഴുതി കാണിച്ചു. അതെന്തിനാ അങ്ങനെ എഴുതി കാണിക്കണം? സീറ്റിൽ ചവിട്ടരുത് അല്ലെങ്കിൽ സീറ്റമ്മേ കാല് കയറ്റി വെക്കരുത് എഴുതി കാണിക്കണം എന്നറിയാം. പല്ലിന്റെ ഉറപ്പിന് വേണ്ടിയിട്ടാണ്. പല്ലിന്റെ ഉറപ്പിന്? സീറ്റും പല്ലായിട്ടും എന്ത് ബന്ധം? ഇപ്പൊ ചേട്ടൻ ഒരു സിനിമക്ക് പോയി, ചേട്ടൻ തൊട്ടടുത്ത സീറ്റിൽ കാല് കയറ്റി വെച്ചെന്നിരിക്കും. നമ്മൾ സ്വാഭാവികമല്ലോ കാലെടുത്ത് വെക്കുന്നത്. ആ സീറ്റിൽ ഒരു പെണ്ണുണ്ടാവുമല്ലോ. പെണ്ണുണ്ടെങ്കിൽ പെണ്ണിന്റെ തൊട്ടിപ്പുറത്ത് പെണ്ണിന്റെ ഭർത്താവ് ഉണ്ടാവുമല്ലോ. ഉണ്ടെങ്കിൽ ആ പെണ്ണിന് എന്തെങ്കിലും ഉപദ്രവിച്ചെന്നും പറഞ്ഞ് ആ പെണ്ണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കിയെങ്കിൽ ആ ഭർത്താവ് ചേട്ടൻ്റെ മുഖത്തൊക്കെ ഒറ്റ അടി തരില്ല. അടിക്കുമ്പോൾ ചേട്ടൻ ഒരു പല്ല് പോകുമല്ല. അതാണ് ചേട്ടനോട് പറഞ്ഞത്, പല്ലിന്റെ ഉറപ്പിന് വേണ്ടിയാണ് സീറ്റിൽ കാല് കയറ്റി വെക്കരുത് എന്ന് പറഞ്ഞ് തിയേറ്ററുകാരിങ്ങനെ പറഞ്ഞു. അതാണ്
പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഇതിൽ ചേട്ടനെ കണ്ടുകൊണ്ട് പറയാനുള്ള ചേട്ടൻ്റെ പേര് എന്താണ്? എൻ്റെ പേര് സുധാകരൻ. സുധാകരനല്ല ചേട്ടാ, നല്ല പേരട്ടെ ചേട്ടാ. ഞാൻ പറയാനുള്ള കാര്യം, ഞാൻ ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഞങ്ങൾ 2 മക്കളാണ്. നിങ്ങൾ 2 മക്കൾ. എൻ്റെ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിനിമാക്കാരനായിരുന്നു. സിനിമാക്കാരനല്ലേ ചേട്ടൻ? അതാണ് നിങ്ങൾ തൊപ്പിയുടെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാണല്ലേ ചേട്ടൻ്റെ ഓർമ്മയൊക്കെ തൊപ്പി വെച്ചാൽ. ഇല്ല, ഇത് തോറ്റ് തൊപ്പിയിട്ട് കൊണ്ടിട്ടേക്കണ തൊപ്പി. അതെ, എൻ്റെ ചേട്ടൻ സിനിമാക്കാരനെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഞാൻ. എൻ്റെ ചേട്ടൻ സിനിമ പിടിക്കാണ്ട് ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിലേക്ക്? തമിഴ്നാട്. തമിഴ്നാട്ടിലേക്ക് പോയി. എൻ്റെ പൊന്നു ചേട്ടാ, സിനിമ പിടിക്കാൻ ചെന്നിട്ട് അവസാനം കയ്യിൽ കാശുമില്ല, വഴി അറിയാൻ പാടില്ല, പട്ടിണി. അവസാനം ഒരു കാറ് പിടിച്ചാണ് പുള്ളിനെ ആളുകൾ ഈ നാട്ടിൽ കൊണ്ടുവന്നത്. ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ പുള്ളി പ്രാന്താശുപത്രി കിടക്കുകയാണ്. അയ്യോ ചേട്ടാ, വെള്ളത്തിൽ വീണ നനഞ്ഞില്ലേ? എന്ത് പണിയാണ് കാണിച്ചത് നിങ്ങൾ? ചേട്ടാ അതെ, കയ്യിൽ നിന്ന് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ നിന്ന് എനിക്ക് ഒരു കൊള്ളി, എനിക്ക് സിഗരറ്റ് വലിക്കണ്ടേ ചേട്ടാ? ഒരു കൊള്ളിയല്ലേ ചേട്ടാ, അത് എടുത്തു പോയി ചേട്ടാ. കൊള്ളി എനിക്ക് കൊള്ളി അതിന്റെ സ്വഭാവം പറയും. ഞാനും സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി ഒരു കൊള്ളി എടുത്ത് വെച്ചത്. ആ കൊള്ളിയാണ്. നമുക്ക് സിനിമ തുടങ്ങാറായി, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നീ എന്റെ കൊള്ളിക്ക് പരിഹാരം പോയാൽ മതി. സിനിമ കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ ഞാൻ ചേട്ടൻ ഒരു പാക്കറ്റ് തീപ്പെട്ടി വേണ്ട, എനിക്ക് എന്റെ കൊള്ളിതാ. എന്റെ കൊള്ളി ഇപ്പൊ വേണം എനിക്ക്. എന്റെ കൊള്ളിയുടെ കാര്യമല്ലേ ചേട്ടാ? ചേട്ടൻ സമാധാനപ്പെടി ചേട്ടാ, സിനിമ തുടങ്ങി പോകാന്ന്. എനിക്ക് കൊള്ളി വേണം പറഞ്ഞില്ലേ? എനിക്ക് കൊള്ളി എടുത്താ. തനിക്ക് കൊള്ളി കിട്ടിയാ മതിയാ? നീ ചാകുമ്പോ ഞാൻ കൊള്ളി ഇടാം. നിന്റെ ചവത്തിന്റെ ഇരുത്തുണ്ട്, ഞാൻ ഒരു തീ കൊള്ളി വെച്ച് തരാം. ഇപ്പൊ ഞാൻ പോയി സിനിമ കണ്ടാ.